പേടിപ്പിച്ചു കളഞ്ഞു അല്ലേയോടി മോളിക്കുട്ടി. അപ്പൊ മക്കളെ, ഞങ്ങൾ തെക്കേക്കരക്കാരുടെ ഏറ്റവും അവസാനത്തെ പരിപാടി ഈ സ്റ്റേജിൽ നടക്കാൻ പോവാ. നമ്മുടെ യുവജനങ്ങളുടെ ഒരു അഡാർ സ്കിറ്റ്. അപ്പൊ എങ്ങനെയാ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ലേ? പ്രഭാതത്തിലെന്നെ ഉണർത്തുന്ന നാഥ സർവേശപുത്ര നിൻ സന്നിധാനെ ഈ മണ്ണിലെ നിന്യമാം മൺകട്ട ഞാനും വിണ്ണിന്റെ നാഥ നമിക്കുന്നു സ്തോത്രം. കൊച്ചുറാണി, അല്ല കൊച്ചുറാണി, എനിക്ക് കൊച്ചുറാണിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനിപ്പോ എന്നാ പറയുന്നേ? അതായത് അത് പിന്നെ നിന്ന് പരിങ്ങാതെ കാര്യം പറയുന്നേ. എനിക്ക് പോയിട്ട് എന്തൊക്കെ പണിയുള്ളതാന്നറിയുവോ? കൊച്ചുറാണി, അത് എനിക്ക് നിന്നെ ഇഷ്ടം. ഇത് നിന്നോട് പറയണമെന്ന് കുറച്ച് കാലമായിട്ട് ഞാൻ ആലോചിക്കുക. പറ്റുന്നില്ലായിരുന്നേ, ഇപ്പോഴാ ഒന്ന് ധൈര്യം വന്നേ. തമ്പുരാനാണേ, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്നേ. അമ്പട കൊച്ചു കപ്പിയാരേ, ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോ മനസ്സില്. എന്റെ ചാണ്ടിക്കുഞ്ഞ് ഇതൊന്നും നടക്കാൻ പോണ കാര്യമൊന്നുമല്ല. നല്ല പ്രായമാകുമ്പോ വീട്ടുകാർ തന്നെ നല്ലൊരു കൊച്ചിനെ ചാണ്ടിക്കുഞ്ഞിന് കണ്ടുപിടിച്ച് തരുമെന്നേ. ഇപ്പതേ അച്ഛനവിടെ മേടയില് കാത്തിരിപ്പുണ്ടാകും, അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. കൊച്ചുറാണി, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഓ, ഇതിന് വലിയ ആലോചിക്കാനൊന്നുമില്ലെന്നേ. ചാണ്ടിക്കുഞ്ഞ് ചെല്ലാൻ നോക്ക്. എനിക്കാണേലും പോയിട്ട് വരെ തിരക്കുള്ളതാ. എന്നാ ശരി എന്നാ. കപ്പ്യാരെ, എന്നാ കപ്പ്യാരെ മോത്തൊരു വല്ലാത്ത വാട്ടം? ഒന്നുമില്ല ഏപ്പച്ചോ, ഞാൻ വെറുതെ. ദാ കിടക്കുന്നു. എന്റെ പൊന്നു കപ്പ്യാരെ, നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ. കപ്പ്യാർക്ക് കൊച്ചുറാണിയെ ഇഷ്ടമല്ലയോ? ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമല്ലേ. എന്നിട്ട് കൊച്ചുറാണി എന്നാ പറഞ്ഞു? അത് പിന്നെ പറ്റൂലെന്ന് പറഞ്ഞു കാണുമായിരിക്കും. പിന്നെ പ്ലാത്തോട്ടത്തിലെ കൊച്ചൊക്കെ അങ്ങനെയല്ലേ പറയൂ. അതൊന്നും കുഴപ്പമില്ലെന്നേ. തുടക്കമൊക്കെ ഇങ്ങനെയാ. ഇതിപ്പോ ഞാൻ അറിഞ്ഞു. വേറെ വല്ലവരും ആയിരുന്നേ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞേനെ. ഇതിപ്പോ നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഏപ്പച്ചായ, ഇത് വേറെ ആരോടും പറഞ്ഞേക്കല്ലേ കേട്ടോ. അതെന്നാ വർത്താനാ കപ്പ്യാരെ? കൊച്ചു കപ്പ്യാര് ചെല്ലാൻ നോക്ക്. എടാ അവറാച്ച, നമ്മുടെ കപ്പ്യാരുടെ പ്രണയം നമ്മൾ മാത്രം അറിഞ്ഞാ മതിയോ? നാട്ടുകാരോട് അറിയണ്ടേ? നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ തോമാച്ചൻ ചേട്ടന്റെ കടയിൽ പോയി ഇതങ്ങ് ഇറക്ക്. ആ കാര്യം ഞാൻ ഏറ്റൂന്നേ. അല്ലേ വേണ്ട, അത് ഞാൻ തന്നെ അങ്ങ് പറയാം. അതാകുമ്പോ അതിന്റെ ഒരു എരിവും പുളിയൊക്കെ ചേർത്തങ്ങ് പറയാം. ഏത്? നിങ്ങൾ എന്താ മനുഷ്യ ഇത്ര വൈകിയേ? ഞാൻ ഇത്തിരി സങ്കടം പറയുമായിരുന്നു. ഇതിനു മാത്രം എന്തായിരുന്നുവോ? നമ്മുടെ മേരിക്കൊച്ചാണ് ഇന്നലെ ആദ്യമായിട്ട് എന്നോട് ആഗ്രഹം പറയുന്നത്. അവൾക്ക് തുടർന്നും പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണമെന്നൊക്കെയാ പറഞ്ഞ്. അതിനൊരു വഴി കാണിച്ചു തരണേ എന്ന് എൻ്റെ തമ്പുരാനോട് പറയുമായിരുന്നു. എല്ലാം ശരിയാകും അച്ചായ. തമ്പുരാനായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരും. എടാ അവറാച്ച, നീ നമ്മുടെ പൊന്നിനെ കുറിച്ച് കണ്ടായിരുന്നോ? നമ്മുടെ അന്തോണിച്ച മുതലാളി പള്ളിക്കേട്ട് കൊടുത്തതാ. നിനക്കറിയാവോ അതിനെന്നാ മതിപ്പ് വരുമെന്ന്? 8,35,753 രൂപ. നമ്മുടെ ഇടവകയിലെ അന്തോണിച്ച മുതലാളിയെ കൊണ്ട് ഇതിനൊക്കെ പറ്റൂ. അല്ലേടാ അവറാച്ച? അത് നീ പറഞ്ഞത് ശരിയാടാ ഏപ്പേ. അടുത്തതായി പുണ്യാളിനൊരു സ്വർണപ്രതിമയാണെന്നൊക്കെയാ കേൾക്കണേ. ശരിയാണോ? അത് ശരിയാ. ഓ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ ഏപ്പേ. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഈയിടെ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. പിന്നെ ഇത്രയും ദിവസം ഇവിടെ കുർബാനയല്ലേ ഇത്? നിന്റെ അപ്പൻ കൊച്ചേസപ്പാണല്ലോ. അത് വിട്. നീ ഇപ്പൊ എന്തോ പറയുന്ന കേട്ടല്ലോ, നിന്റെ അന്തോണിച്ച മുതലാളി പള്ളിക്ക് എന്തോ കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നെന്നോ ഒക്കെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത പള്ളി കമ്മിറ്റിയിൽ തന്നെ അതങ്ങ് അവതരിപ്പിച്ചേക്കാം. പിന്നെ നമ്മുടെ പള്ളിമേടയുടെ കാര്യം കൂടി നിന്റെ അന്തോണിച്ച മുതലാളി ഏറ്റെടുത്താൽ അത്രയും കൂടെ സൗകര്യമായിരുന്നു. അച്ഛോ, ഒപ്പീസിന് സമയമായി, വരുന്നില്ലേ? വരുന്നു കപ്പിയാരെ. അപ്പോ ശരി, നിന്റെ മുതലാളിയോട് അടുത്ത പള്ളി കമ്മിറ്റിയിൽ കാണാന്ന് പറഞ്ഞേക്ക്. ഓ ശരി അച്ചോ. അപ്പൊ അതിനൊരു തീരുമാനമായി. ഏപ്പച്ചൻ ചേട്ടാ. എന്താണ് അവത്തായി? നമ്മുടെ മുതലാളിയാണോ പുതിയ പള്ളിമേട പണിത് കൊടുക്കുന്നേ? മുതലാളിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. ഓ, എന്നാ ചെല്ലട്ടേടാ വത്തായി. തോട്ടത്തിൽ അടയ്ക്കാവര് നടക്കുക.
എല്ലാത്തിനും എന്റെ കണ്ണുകൾ തന്നെ ഓടിയെത്തണം എന്ന് പറഞ്ഞ് എന്നാ ചെയ്യാനാ? അവറാനെ നീ വരുന്നില്ലേടാവേ? ആ ദാ വരുന്നു. എന്നാ പിന്നെ നിങ്ങൾക്ക് അന്തോണിച്ച മുതലാളി ഒന്ന് പോയി കണ്ടൂടെ? നമ്മുടെ അവസ്ഥ പറഞ്ഞ മുതലാളി സഹായിക്കാതിരിക്കില്ല. രംഗം 2. അന്തോണിച്ച് മുതലാളിയുടെ വീട്. വടക്കേ തോട്ടത്തിലെ അടക്ക വിറ്റ വകയിൽ കിട്ടിയത് 2000. ഏലക്ക വിറ്റ വകയിൽ കിട്ടിയത് രൂപ 5000. അല്ല 4800. പാക്കറിന്റെ കടയിലെ പറ്റും ഈയിടെ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വിളവ് കുറവ്. മുതലാളിക്കുള്ളത് മുതലാളിക്കും, ഏപ്പിനുള്ളത് ഏപ്പിനും. എടാ ഏപ്പേ, ഓ എന്താ മുതലാളി? എടാ ഏപ്പേ, കാലത്തെ തുണയാണല്ലോ നിന്റെ കണക്കെഴുത്. ഇതിനോട് തീർന്നില്ലേ? ദാ തീർന്നു മുതലാളി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു, മുതലാളി അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന്. പണിക്കാരുടെ കാര്യം എന്താടാവേ? നിന്നെ ഞാൻ ഏൽപ്പിച്ചല്ലായിരുന്നോ അടയ്ക്കാവർക്കുള്ള ആൾക്കാരെ ഏർപ്പാടാക്കണമെന്ന്? അതെന്തായി? ആ അവരെല്ലാം ഞാൻ കാലത്ത് തന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു മുതലാളി. എല്ലാത്തിനും എന്റെ കണ്ണാൽ തന്നെ വേണമെന്നേ. ഈയിടെയായിട്ട് വാലിന് കുറച്ച് ആട്ടം കൂടുന്നുണ്ട്. അയ്യോ ഇല്ല മുതലാളി, മുതലാളിക്ക് തോന്നിയതായിരിക്കും. എന്നാ ഞാനങ്ങോട്ട്. എന്നാ നീ തോട്ടത്തിലേക്ക് പൊക്കോ, ഞാനങ്ങ് വന്നേക്കാം. ഓ മുതലാളി. ഓ ഇപ്പൊ മേടിച്ച് കൂട്ടിയേനെ. എടി സൂസനെ, എടി സൂസനെ, ഇവളിത് എവിടെ പോയി കിടക്കുവാ? എന്തോ കിടന്ന് അലറണ്ട, ഞാനിവിടെ ഉണ്ട്. എന്താണാവോ കാര്യം? എടി നീ എന്റെ പതിവ് കോട്ടയം എടുത്തേ. ആ രാവിലെ തന്നെ തുടങ്ങിക്കോണം. കഴിഞ്ഞ ആഴ്ച വൈദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ അങ്ങനെയൊന്നും തീർത്തില്ലടി അന്തോണി. എന്റെ അപ്പനും നല്ല അടിക്കാരനായിരുന്നു, എന്റെ അപ്പന്റെ അപ്പനും നല്ല അടിക്കാരനായിരുന്നു. നീ സാധനം പോയി എടുക്ക്. അപ്പനും കൊള്ളാം, മോനും കൊള്ളാം. അല്ലെങ്കിൽ ഈ പോത്തിനോടൊന്നും വേദോതിയിട്ട് കാര്യമില്ലല്ലോ. എന്താ? ആ കൊണ്ടുവരുവാന്ന് പറയുമായിരുന്നു. ആരാടാ അത്? ഞാനായിരുന്നു, തെങ്ങേറ്റക്കാരൻ മത്തായി. ആ നീയോ? എന്താടാ ഈ വഴിക്കൊക്കെ? അല്ല മുതലാളി, എനിക്കൊരു നിന്ന് പരിങ്ങാണ്ട് കാര്യം പറയണാവേ. എൻ്റെ കൊച്ചിൻ്റെ പഠിപ്പിൻ്റെ ആവശ്യത്തിന് കുറച്ച് കാശ് വേണമായിരുന്നു. കടവായിട്ട് മതി. കടവായിട്ടൊക്കെ കൊടുക്കുന്ന പണ്ടേ വിട്ടതാടാവേ. ആ എന്നാലും നീ ഇവിടെ വരെ വന്നതല്ലേ, ഈടായിട്ടൊക്കെ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോടാവേ? പെരയുടെ പത്രം കൊണ്ടുവന്നിട്ടുണ്ട് മുതലാളി. ആ അധികം കാണിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ആ വടക്കേ തോട്ടത്തിൽ ഇന്ന് അടക്കേവർ നടക്കും. നീ അങ്ങോട്ട് ചെല്ലു. ആ ഏപ്പ അവിടെ കാണും, അവനോട് ഞാൻ പറഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ മതി. അത് കഴിയുമ്പോൾ നീങ്ങ് വാ. വൈകുന്നേരം അന്തോണിച്ചൻ മുതലാളിയുടെ വീട്ടിൽ. ഓ കാലം തെറ്റുള്ള മഴ വീത്താണല്ലോ. ആ ഏപ്പിനോടാണെങ്കിൽ വാഴത്തോപ്പിൽ നിന്ന് ചാല് വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തായിരുന്നാവും. മുതലാളി. ആ നീ എത്തിയോ? എന്താടാവേ കാര്യം? ആ ഏപ്പ് നിനക്ക് കൂലിയൊന്നും തന്നില്ലായിരുന്നോ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കിട്ടിയായിരുന്നു മുതലാളി. മുതലാളി കൊച്ചിൻ്റെ പഠിപ്പിന് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനോ? അതെപ്പോ? മുതലാളി. നിനക്ക് ഞാനത് തരാമെന്ന് വെച്ചാലും മത്തായി, നിനക്കത് എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അവളെ പഠിപ്പിച്ചിട്ട് എന്തിനാടാ? നീ ഒരു കാര്യം ചെയ്യും, അവളെ ഇങ്ങോട്ട് വിട്ടേരും. ഞാൻ വല്ല അടുക്കളപ്പണി ഇവിടെ കൊടുത്തേക്കാം. 10 കായോ വല്ലോ ഞാൻ കൂലിയായിട്ട് കൊടുത്തേക്കാം. എന്താ അതുപോലെ? മുതലാളി ആധാരം. മത്തായി നേരെ ഒരുട്ടിയില്ലേ, നല്ല മഴയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോകാൻ നോക്ക്. ഭാര്യയും മക്കളൊക്കെ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാ ശരി. നിങ്ങളെ കാണിക്കുന്നത് മോശമല്ലേ? തമ്പുരാൻ പൊറുക്കില്ലട്ടോ. നിനക്കെന്താടി ഇവിടെ കാര്യം? അതേ പോകാൻ നോക്ക്. ഇതിനൊക്കെ തമ്പുരാനോട് കണക്ക് പറയേണ്ട ഒരു ദിവസം വരും, ഓർത്തോ. ഓ അത് ഞാൻ അന്നേരം ബോധിപ്പിച്ചോളാം. നീ ഇപ്പൊ പോകാൻ നോക്ക്. കപ്പ്യാരെ, കാലം തെറ്റിയുള്ള മഴയാണല്ലോ. ഉവച്ചോ, നമ്മുടെ തെക്കേപ്പറമ്പിലെ ജോസഫേട്ടൻ്റെ നെൽകൃഷിയെല്ലാം വെള്ളത്തിലായെന്നാ കേട്ടെ. പാവം. പിന്നച്ചോ, നമ്മുടെ ഔതുക്കുട്ടിയുടെ കാര്യം വളരെ കഷ്ടത്തിലാന്നാ കേട്ടെ. മഴ കാരണം അവൻ്റെ വീടൊക്കെ ഏതാണ്ട് പോകാറായ മട്ടില്ല. അവന് 2 കുഞ്ഞി പിള്ളേരാന്നേ. അവരെ പോറ്റാൻ അവൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ ഞാനും കേട്ടായിരുന്നു. അടുത്ത പള്ളി കമ്മിറ്റി മീറ്റിങ്ങിൽ അതൊന്ന് സംസാരിക്കാന്ന് ഓർത്താ ഇരിക്കുന്നേ.
അച്ചോ, വിശ്വമിശയെ സ്തുതിയായിരിക്കട്ടെ. ആ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. എന്താണാവോ കാര്യം? നീ ഇന്നലെ നമ്മുടെ മത്തായുടെ പോരയുടെ ആധാരം മേടിച്ചു വെച്ചെന്ന് കേട്ടല്ലോ. ആ, മേടിച്ചായിരുന്നു. അതിനിപ്പോ എന്താ അച്ചോ? അന്തോണിച്ച, നിനക്ക് ആ കാശ് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ആ ആധാരം തിരിച്ചു കൊടുത്തേക്ക്. ഓ, അത് നടക്കൂല അച്ചോ. അവനെ എൻ്റെ തോട്ടത്തിൽ ഒന്ന് പണിയെടുക്കാമെന്ന് പറഞ്ഞിരുന്ന. ആദ്യം അവൻ വന്ന് പണിയെടുക്കട്ടെ, എന്നിട്ട് കൊടുക്കണോ വേണ്ടതൊക്കെ ആലോചിക്കാം. എടാ അന്തോണി, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അങ്ങനെ പലതും പറയച്ചോ. അച്ഛന് വേറൊന്നും പറയില്ലെങ്കിൽ ഞാനങ്ങ് മാറിക്കുവാ. ഡയപ്പേ, വണ്ടി എടുക്കടാ. അപ്പൊ ശരി അച്ചോ, പോയേക്കുവാ. രംഗം 4. ആ കല്ലിന്റെ അടിയിലുണ്ടോ? നോക്കി അവിടെ അവിടെ, അവിടെ. എടാ, സൂക്ഷിച്ചേ. ആ കല്ലിന്റെ അടിയിലുണ്ടോന്ന് നോക്കിക്കേ. എടാ, അവിടെ. അയ്യോ, എല്ലാം പോയി മുതലാളി. നമ്മുടെ ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ പോയി മുതലാളി. നമ്മളിനി എന്ത് ചെയ്യും? എന്തേലുമൊക്കെ പറ മുതലാളി. എനിക്ക് മുതലാളിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കണില്ല. അയ്യോ മുതലാളി, കൊച്ചമ്മ. സൂസന്നെ കണ്ണു കൊടുക്കണി. പിന്നെ അന്തോണിച്ച് കടി വന്നേക്കുന്നത് സൂസന്നെ. എന്താ പൊന്നു കർത്താവ്, ഉള്ള കൊള്ളനെല്ലാം ചെയ്തു ഞാനാ. എന്തിനാ ഇവളെ? സൂസന്നെ, എന്റെ ദൈവമേ, സൂസന്നെ. അവളെന്നെ വിളിക്കണ. സൂസന്നെ, എന്റെ ദൈവമേ. മുതലാളി, മത്തായി, എന്റെ സൂസന്നെ പോയടാ. അവളെന്നോട് അവസാനമായിട്ട് പറയുന്നത് നിന്റെ കാര്യം. ഏപ്പേ, ആധാരപ്പെട്ടി ഇല്ലടാ. അതെല്ലാം പോയി മുതലാളി. ഇല്ലടാ, അതവിടെ എവിടെയെങ്കിലും കാണും. നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ ആണല്ലോ വെച്ചിരുന്നത്. എന്തി സൂസന്നെ? ഓ, അവളും പോയല്ലേ. ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും.